കീമിന്റെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചു. പുതിയ റാങ്ക് ലിസ്റ്റിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. കേരള സിലബസുകാർ പിന്നിലായി. ആദ്യ 100 റാങ്കിൽ കേരള സിലബസിലെ 21 കുട്ടികൾ മാത്രമായി. കൂടുതൽ വിശദാംശങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, പറഞ്ഞ പോലെ തന്നെ 1ാം റാങ്കിലടക്കം വലിയ മാറ്റത്തോടുകൂടിയാണ് കീമിന്റെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇന്ന് തന്നെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കോടതി വിധിക്ക് ശേഷം വ്യക്തമാക്കിയിരുന്നു. ആദ്യ 100 റാങ്കിൽ നേരത്തെ 41-ലധികം കുട്ടികളാണ് കേരള സിലബസിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 21 കുട്ടികളായി ചുരുങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ എടുത്തു പറയാനുള്ളത്? അമ്പിളി, തീർച്ചയായും ഏറ്റവും വിചിത്രമായ ഒരു സംഭവമാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ രീതിയിൽ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയിലാണ് ഈ രീതിയിൽ ഒരു വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മാസം 1-ാം തീയതി സർക്കാർ ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. ഇന്നിപ്പോൾ 10 ആണ്. 10 ദിവസം കഴിയുമ്പോൾ ആ റാങ്ക് പട്ടിക കോടതി വിധിക്കനുസരിച്ച് മാറ്റി പഴയ രീതിയിൽ പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ വന്നപ്പോൾ വലിയ രീതിയിലാണ് ആദ്യം 100 റാങ്കുകാരിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് 1ാം റാങ്ക് നേടിയ കുട്ടി, ആ കുട്ടി ഇപ്പോൾ 7ാം റാങ്കായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ 3ാം റാങ്ക് നേടിയ കുട്ടി 8ാം റാങ്കിലേക്ക് വന്നിരിക്കുന്നു. 7ാം റാങ്ക് നേടിയ കുട്ടി 13ാം റാങ്കിലേക്ക് വന്നിരിക്കുന്നു. ഈ എൻട്രൻസിന്റെ ഈ റാങ്ക് ലിസ്റ്റ് പട്ടിക, ഈ എൻട്രൻസ് കമ്മീഷണറുടെ റാങ്ക് പട്ടിക നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അതിൽ കൃത്യമായി ഓൾഡ് റാങ്ക്, ന്യൂ റാങ്ക് എന്ന രീതിയിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് ഹയർ സെക്കൻഡറി കേരള സിലബസ് ആണ്, CBSE എന്നതും ഇപ്പോൾ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ആദ്യ 100 റാങ്കുകാർ ആദ്യ പട്ടികയിൽ 43 പേരും ഇപ്പോൾ പുതിയതായി പ്രസിദ്ധീകരിച്ചതിൽ കേരള സിലബസിലുള്ളവർ 21 പേർ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഈ സർക്കാർ ഈ രീതിയിൽ പുതിയൊരു പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ തന്നെ സർക്കാർ പറഞ്ഞിരുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് കേരള സിലബസിലുള്ള കുട്ടികൾ, അതായത് 2011 ശേഷം ഫോളോ ചെയ്തപ്പോൾ കേരള സിലബസിലെ കുട്ടികൾ വല്ലാതെ അങ്ങ് കീം പരീക്ഷയിൽ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. CBSE പഠിച്ച കുട്ടികൾ മുൻപന്തിയിൽ വരുന്ന ഒരു സാഹചര്യം, അത് ഒഴിവാക്കാൻ എന്ന രീതിയിലാണ് സർക്കാർ ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നത്. പക്ഷെ ആ പരിഷ്കാരം സർക്കാർ പറഞ്ഞത് എന്തായിരുന്നു, അത് ശരിയായിരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ ഈ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും. കാരണം ആദ്യം പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടിക ആദ്യ 100 കേരള സിലബസിൽ 43 പേർ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പുതിയ റാങ്ക് പട്ടിക വന്നപ്പോൾ കേരള സിലബസിലുള്ള വെറും 21 പേരായി ചുരുങ്ങുന്ന ഒരു കാഴ്ച. പക്ഷേ അത് സർക്കാർ പറഞ്ഞത് നല്ലൊരു ഉദ്ദേശത്തിലാണ് സർക്കാർ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചതെങ്കിലും അത് നടപ്പിലാക്കിയത് വളരെ വൈകിപ്പോയെന്നാണ്. ആ നടപ്പിലാക്കിയ രീതിയാണ് സർക്കാരിന് പിഴച്ചു പോയത്. അതായത് പരീക്ഷ നടത്തിയതിനു ശേഷം പ്രോസ്പെക്ടസിന് മാറ്റം വരുത്തി. അങ്ങനെ ഒരു പ്രോസ്പെക്ടസിന് മാറ്റം വരുത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ സർക്കാർ അത് ആദ്യമേ ചെയ്യാമായിരുന്നു. പക്ഷേ പരീക്ഷ നടത്തിയതിനു ശേഷം പ്രോസ്പെക്ടസിന് മാറ്റം വരുത്തിയപ്പോഴാണ് ഈ CBSE കുട്ടികൾ ഹൈക്കോടതിയിൽ പോയതും. അത് തന്നെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. കളി നടന്നതിന് ശേഷം കളിയുടെ രീതിയിൽ മാറ്റം വരുത്തിയത് എന്ത് കാര്യമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് ഇത് തിരുത്തിയത്. പക്ഷേ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾക്കുണ്ടായ ഒരു മാനസിക പ്രശ്നമാണ്. അതായത് 1ാം റാങ്കുകാരൻ 10 ദിവസം മുമ്പ് വരെ 1ാം റാങ്കുകാരനായിരുന്ന കുട്ടി ഇപ്പോൾ 7ാം റാങ്കിലേക്ക് പോകുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് 8ാം റാങ്കുകാരനായ കുട്ടി 185ാം റാങ്കുകാരനായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നതും. 8ാം റാങ്കിലായിരുന്നു 10 ദിവസം മുമ്പ് വരെ, ഇപ്പോൾ ആ കുട്ടി 185ലേക്ക് വന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റമാണ് ആദ്യ 100 റാങ്കുകാരുടെ മാത്രം കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതും. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത് കേരള സിലബസിലെ കുട്ടികൾക്കാണ്. സ്വാഭാവികമായി ഇവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെയും സർക്കാർ ഇവരെ കൈയ്യൊഴിയുകയാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ തന്നെ മന്ത്രി പറഞ്ഞത് അങ്ങനെ പരാതിയുള്ള കുട്ടികൾ സ്വാഭാവികമായും പുതിയ റാങ്ക് പട്ടിക വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും, അങ്ങനെ പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞ് സർക്കാർ കൈയ്യൊഴിയുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ ഭാവി, അതായത് ഈ റാങ്ക് പട്ടിക ഈ 10 ദിവസത്തിനുള്ളിൽ അവർ ഇതിനകം തന്നെ പല കോളേജുകളിലും ഓപ്ഷൻ നൽകിയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ പുതിയ റാങ്ക് പട്ടിക അനുസരിച്ച് ഇവർ ആഗ്രഹിക്കുന്ന കോളേജിലോ ഇവർ ആഗ്രഹിക്കുന്ന കോഴ്സിന് ഇവർക്ക് പ്രവേശനം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല ഇനി ഈ കുട്ടികൾക്ക് നിയമപരമായി കേരള സിലബസിലെ കുട്ടികളാകും ഇനി കൂടുതൽ സഫർ ചെയ്യേണ്ടി വരിക. അവർ കോടതിയെ സമീപിക്കും. അങ്ങനെ വരുമ്പോൾ പോലും ഇവർക്ക് ഇനി സുപ്രീം കോടതിയെ മാത്രമേ സമീപിക്കാനും ഇനി നിയമപരമായി സാധ്യമാവുകയുള്ളൂ. അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് ഇവർ സമീപിക്കുമ്പോൾ അതിലുണ്ടാകുന്നമായ കാലതാമസവും സമയപരിധി ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇത് കുട്ടികളുടെ മാനസികമായ കുട്ടികളുടെ അവസ്ഥ, അവർ ആഗ്രഹിക്കുന്ന കോഴ്സോ കോളേജോ കിട്ടാതെ വരുന്ന സാഹചര്യം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ പുതിയ സിലബസ് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പുതിയ റാങ്ക് പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൽ സർക്കാരിന് പറയാം, സർക്കാർ ഹൈക്കോടതി എന്താണോ പറഞ്ഞത് അതനുസരിച്ചുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സർക്കാരിന് കഴിയുക. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ആദ്യത്തെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നു, അതിനുശേഷം 10 ദിവസത്തിന് ശേഷം പുതുക്കിയ റാങ്ക് പട്ടികകൾ വരുമ്പോൾ ആദ്യ 100 പേരിൽ പോലും വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്നു. ഇനി ഈ കുട്ടികൾ എന്താണ്, കുട്ടികളുടെ ഭാവി ഇനി എന്താകുമെന്നതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആമ്പിളി.